മനുഷ്യരെ കണ്ടുപിടുത്തത്തിൽ വെച്ചിട്ട് ഏറ്റവും വലിയ കണ്ടുപിടുത്തമായിട്ടാണ് തീയുടെ കണ്ടുപിടുത്തവും അതേപോലെ ചക്രത്തിന്റെ വീലിന്റെ കണ്ടുപിടുത്തവും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലെ. സോ ആദ്യത്തെ കാലത്ത് മനുഷ്യന്മാര് പാചകം ചെയ്യാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്തായിരിക്കും? വിറകുകൾ ഉപയോഗിച്ചിട്ടാണ്. ഉണങ്ങിയ മരത്തിന്റെ കഷ്ണങ്ങൾ, ഉണങ്ങിയ ഇലകൾ, ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും മനുഷ്യൻ ആദ്യം നമ്മുടെ ബിഗിനിങ് സ്റ്റേജിൽ നമ്മളുടെ ഒരു 10-20 വർഷം മുന്നേ ഉള്ള ഒരു ജീവിതമൊക്കെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളുടെ അപ്പൂപ്പന്റെ അമ്മൂമ്മന്റെ ഒക്കെ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ അവരും യൂസ് ചെയ്യുന്ന എന്ത് തന്നെയായിരിക്കും? വിറക് വെച്ചിട്ടായിരിക്കാം അവർ ഭക്ഷണം പാചകം ചെയ്തിട്ടുണ്ടാവുക, റൈറ്റ്? അതേ കഴിഞ്ഞ് കുറച്ചും കൂടിയൊക്കെ ഒന്ന് പ്രോഗ്രസീവ് ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ സ്റ്റവുകൾ യൂസ് ചെയ്യാൻ തുടങ്ങി. അത് മണ്ണെണ്ണ ഉപയോഗിച്ചുള്ള സ്റ്റവുകളാണ് മിക്കതും അല്ലെ. അതിനുശേഷം നമ്മൾ ഇന്ന് നമ്മളുടെ വീട്ടിൽ ഈ പറഞ്ഞ വിറക് കൊണ്ടുള്ള അടപ്പൊക്കെ അന്വേഷിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ ഉണ്ടാവണം എന്നില്ല, റൈറ്റ്? അതേപോലെ ഈ പറഞ്ഞ സ്റ്റവുകളും വളരെ 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 കുറവാണ്. ഇപ്പൊ നമ്മളുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഒരു പക്ഷെ കോമൺലി ഈ പറഞ്ഞ കുക്കിംഗ് പർപ്പസിന് യൂസ് ചെയ്യുക LPG ഗ്യാസ് സിലിണ്ടേഴ്സ് ആണ്. ഇപ്പൊ കുറച്ചും കൂടി അഡ്വാൻസിങ് ടെക്നോളജി അല്ലെങ്കിൽ നമ്മൾ എൻവറോൺമെന്റൽ ഫ്രണ്ട്ലി എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വരുമ്പോൾ ബയോഗ്യാസ് യൂസ് ചെയ്യുന്നിടങ്ങളും ഉണ്ട്. സോ പല ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് ഉണ്ട് അല്ലെ, പല ടൈപ്സ് ഓഫ് ഫ്യൂവൽസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിലോട്ട് പറയുന്നതാണ് ഏതൊരു സാധനത്തിന്റെ എഫിഷ്യൻസിയാണ് അതിന്റെ ഡിമാൻഡ് കൂട്ടുന്നത് അല്ലെ. സോ എന്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ മരം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വിറക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഉണങ്ങിയ മീൻസ് വരടികൾ ഉപയോഗിച്ചോ, ചാണകം ഉണക്കിയെടുക്കുന്നതിന് വരടികൾ എന്ന് പറയാം, ഇതൊന്നും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുകൊണ്ട് ഭക്ഷണം പാചകം ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫ്യൂവൽസ് ആയിട്ട് നമ്മൾ എന്തുകൊണ്ട് ഇതിനൊന്നും പ്രിഫർ ചെയ്യുന്നില്ല? ഇതൊക്കെ നമുക്ക് പറയണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ എഫിഷ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യണം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലതരം ഫ്യൂവൽസും അതിന്റെ എഫിഷ്യൻസി നമ്മൾക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. ടുഡേസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഫ്യൂവൽ എഫിഷ്യൻസി. സോ ഫ്യൂവൽ എഫിഷ്യൻസി പറയുന്നത് നമ്മൾ ആക്ച്വലി കലോറിഫിക് വാല്യൂ വെച്ചിട്ടാണ്. സോ എന്താണ് ഈ കലോറിഫിക് വാല്യൂ എന്ന് വെച്ചാൽ? കലോറിഫിക് വാല്യൂ ഇസ് സിംപ്ലി the amount of heat liberated by the complete combustion of 1 kilogram of fuel is its calorific value. Fuel എന്ന് വെച്ചാൽ എന്താ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. ഹീറ്റ് കത്തിക്കുമ്പോൾ ഹീറ്റ് ലിബറേറ്റ് ചെയ്യാൻ പറ്റുന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ എന്തെന്നാ വിളിക്കുന്നത്? ഫ്യൂവൽസ് എന്നാ വിളിക്കുന്നത്. ഇനി കംപ്ലീറ്റ് കമ്പഷൻ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഈ ചാപ്റ്ററിന്റെ ആദ്യത്തെ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഓക്സിജന്റെ സഹായത്തോടെ there is abundant supply of oxygen. അങ്ങനെ ഓക്സിജന്റെ അബണ്ടൻസ് സപ്ലൈയിൽ ബേൺ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെ കംപ്ലീറ്റ് കമ്പഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ നേരത്തെ ഇമേജ് നോക്കി, ഈ അടപ്പിൽ 3 കല്ല് വെച്ചതിന് ഇടയിൽ നല്ല ഗ്യാപ്പ് വരുന്നുണ്ട് അല്ലെ. എന്തിനാണ് അത്രയും ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ അത്രയും ഒരു സ്പേസ് നമ്മൾ ലീവ് ചെയ്യുന്നത്? ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഫോർ പ്രോപ്പർ എയർ സർക്കുലേഷൻ. അതിൽ കൂടെ പ്രോപ്പർ ആയിട്ട് എയർ സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്രയും ഗ്യാപ്പ് ഇടുന്നത്. എന്തിനാ എയർ സർക്കുലേഷൻ നടക്കുന്നത്? എന്നാൽ മാത്രമേ അവിടെ ഓക്സിജന്റെ കൃത്യമായിട്ടുള്ള സപ്ലൈ ഉണ്ടാവുള്ളൂ. ഓക്സിജൻ ആയിട്ട് പ്രോപ്പർ സപ്ലൈ ഉണ്ടായാൽ മാത്രമേ അവിടെ കമ്പഷൻ പ്രോപ്പർ ആവുള്ളൂ. അഥവാ ഓക്സിജന്റെ പ്രോപ്പർ സപ്ലൈ ഇല്ലെങ്കിൽ വി കോൾ ഇറ്റ് എസ് പാർഷ്യൽ കമ്പഷൻ. സോ എന്താണ് ഈ കംപ്ലീറ്റ് കമ്പഷനും പാർഷ്യൽ കമ്പഷന്റെയും വ്യത്യാസം നമുക്ക് മനസ്സിലായല്ലോ. ഒരെണ്ണം അബണ്ടന്റ് സപ്ലൈ ഓഫ് ഓക്സിജൻ, മറ്റേനകത്ത് ഓക്സിജന്റെ സ്കേസിറ്റി ഉണ്ടാവും. അതായത് അത്ര ആവശ്യത്തിന് എമൗണ്ട് ഓഫ് ഓക്സിജൻ അവിടെ ഉണ്ടാവില്ല. ഇനി എന്താണ് ഇതിന്റെ മേജർ ഡിഫറൻസ് എന്ന് വെച്ചാൽ, കംപ്ലീറ്റ് കമ്പഷൻ ആണെങ്കിൽ ബൈ പ്രൊഡക്ട്സ് വരെ കാർബൺ ഡയോക്സൈഡ് ആയിരിക്കും, ഹീറ്റ് എനർജി, ലൈറ്റ് എനർജി ഒബ്വിയസ്ലി. ബട്ട് വെറാസ് ഇറ്റ് ഇസ് എ പാർഷ്യൽ കമ്പഷൻ ആണെങ്കിൽ അവിടെ ലിബറേറ്റ് ചെയ്യുക കാർബൺ മോണോക്സൈഡ് ആയിരിക്കും, കാർബൺ ഡയോക്സൈഡ് ആയിരിക്കില്ല. സോ കാർബൺ മോണോക്സൈഡ് എത്രത്തോളം പൊല്യൂട്ടന്റ് ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. സോ ഏതൊരു ഫ്യൂവല് കംപ്ലീറ്റ് കമ്പഷൻ ചെയ്യുമ്പോഴാണ് നമ്മൾ കലോറിഫിക് വാല്യൂ ഡിഫൈൻ ചെയ്യുക. സോ 1 കിലോ ഓഫ് ഫ്യൂവല് കംപ്ലീറ്റ് കമ്പഷൻ ചെയ്യുമ്പോൾ എത്ര ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നുണ്ടോ അതാണ് അതിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പറയുന്നത്. കലോറിഫിക് വാല്യൂ എക്സ്പ്രസ് ചെയ്യുന്നത് കിലോജൂൾ പെർ കിലോഗ്രാം എന്നുള്ള യൂണിറ്റിലാണ് നമ്മൾ എന്ത് പറയുന്നത്? കലോറിഫിക് വാല്യൂ പറയുന്നത്. ഇതിപ്പോ ഒരു ലിസ്റ്റ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഡിഫറെന്റ് ഫ്യൂവൽസിന്റെ ഒരു കലോറിഫിക് വാല്യൂ വെച്ചിട്ടുള്ള ടേബിളാണ് കൊടുത്തിട്ടുള്ളത്. കുറെ എല്ലാം നിങ്ങൾ ഫെമിലിയർ ആണ്. ഒരുപക്ഷെ ഹൈഡ്രജൻ ആസ് എ ഫ്യൂവൽ നിങ്ങൾ അത്ര കോമൺലി കേട്ടിട്ടുണ്ടാവില്ല, ബിക്കോസ് അത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന റോക്കറ്റ്സിലാണ്. അതുകൊണ്ടിട്ട് ഹൈഡ്രജൻ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം എന്നില്ല. ബാക്കിയൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളത് LPG നിങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മുടെ വീട്ടിൽ യൂസ് ചെയ്യുന്ന സിലിണ്ടേഴ്സ്. CNG നമുക്കറിയാം, ഇപ്പോൾ വെഹിക്കിൾസിൽ വരെ CNG യൂസ് ചെയ്യുന്നു. പെട്രോൾ നിങ്ങൾക്കറിയാം, മീത്തേൻ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്. LPGയുടെയും CNGയുടെ ഒക്കെ മെയിൻ കോമ്പണന്റ് ആണ് മീത്തേൻ എന്ന് പറയുന്നത്. ബയോഗ്യാസ് ഓൾറെഡി ഡിസ്കസ് ടോപ്പിക് ആണ്. കോൾ നിങ്ങൾക്കറിയാം, ട്രൈഡ് കൗഡ് നിങ്ങൾക്കറിയാം അല്ലെ. സോ ഇത്രയുമാണ് നമ്മൾ ഫ്യൂവൽസിന്റെ കേസിൽ നമ്മൾ ഇവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത്. ഈ ടേബിൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹൈഡ്രജൻ ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ കൊടുത്തേക്കണം അല്ലെ. നോക്കി, ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ വാല്യൂ. LPGക്ക് വരുന്നത് 55,000 കിലോ ജൂൾസ് പെർ കിലോഗ്രാം, CNG വരുമ്പോൾ 50,000, പെട്രോൾ വരുമ്പോൾ 45, മീത്തേൻ വരുമ്പോൾ 50, ബയോഗ്യാസ് വരുമ്പോൾ 30,000 to 40,000. ഇറ്റ്സ് നോട്ട് റിയലി ബാഡ്. മറ്റുള്ളത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബയോഗ്യാസിന്റെ റേഞ്ച് കമ്പയറബിളി ലെസ് ആണെങ്കിൽ കൗഡങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കിയാൽ കൗഡങ്ങ് വെറും 6,000 to 8,000 റേഞ്ചേ വരുന്നുള്ളൂ. അതിനെ വെച്ച് നോക്കുമ്പോൾ ബയോഗ്യാസ് ഇസ് ക്വൈറ്റ് എഫിഷ്യന്റ് അല്ലെ.
So biogas at 30,000 to 40,000, coal at 25,000 to 33,000, right? Cow dung 6,000 to 8,000. ഇങ്ങനെയാണ് അതിന്റെ കലോറിഫിക് വാല്യൂ വരുന്നത്. സോ ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഏതിനാണോ ഉള്ളത് അതിനായിരിക്കും എഫിഷ്യൻസിയും കൂടുതൽ. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ എഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്യൂവൽ? ഹൈഡ്രജൻ ആണ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഫ്യൂവൽ. ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റും എന്തുകൊണ്ട് പണ്ട് നമ്മൾ യൂസ് ചെയ്ത പോലെ ഡ്രൈഡ് കൗഡങ്ങോ കോളോ ഒന്നും ഇപ്പൊ യൂസ് ചെയ്യാത്ത? ബിക്കോസ് അതിനേക്കാളും എഫിഷ്യന്റ് ആണ് എന്ത്? LPG അല്ലെ. സോ LPG 1 കിലോ നമ്മൾ ബേൺ ചെയ്ത് നമുക്ക് 55,000 കിലോ ജൂൾസ് ഓഫ് ഹീറ്റ് ആണ് അവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. സോ ദർ ഇസ് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ്. സോ LPG കുറെ അധികം എഫിഷ്യന്റ് ആണ്, ഹെൻസ് വി ആർ യൂസിങ് LPG. നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കംസ് അപ്പ്, വൈ ഹൈഡ്രജൻ? ഹൈഡ്രജൻ ആണ് ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത്. ബട്ട് നമ്മളിപ്പോൾ വീടുകളിലൊന്നും ഹൈഡ്രജൻ ഒരു ഫ്യൂവൽ ആയിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഹൈഡ്രജന്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹൈഡ്രജൻ ഇസ് എ ഫ്യൂവൽ വിത്ത് ദ ഹൈയസ്റ്റ് കലോറിഫിക് വാല്യൂ. അത് നമ്മൾ കഴിഞ്ഞ ടേബിളിൽ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഏറ്റവും കൂടുതൽ കലോറിഫിക് വാല്യൂ ഉള്ളത് ഹൈഡ്രജൻ ആണ്. ഇറ്റ് ഇസ് ഹൈലി ഇൻഫ്ലേമബിൾ ആൻഡ് എക്സ്പ്ലോസീവ് ഇൻ നേച്ചർ. ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് നമ്മൾ ഹൈഡ്രജൻ അധികം യൂസ് ചെയ്യാത്ത. ഇതാണ് അതിന്റെ ഡ്രോബാക്ക്. വളരെയധികം എക്സ്പ്ലോസീവ് ആണ് ഹൈഡ്രജൻ. So it is used as fuels in rockets definitely, but due to this explosive nature, വളരെയധികം പെട്ടെന്ന് എന്താ പറയാ എക്സ്പ്ലോസീവ് ആയതുകൊണ്ട് തന്നെ അത് സ്റ്റോർ ചെയ്യാനോ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനോ വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ ഈ പറഞ്ഞ റീസൺസ് കൊണ്ടിട്ട് നമ്മൾ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നില്ല, ഒരു ഡൊമസ്റ്റിക് ഫ്യൂവൽ ആയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? റോക്കറ്റ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമിന് കുറെ അധികം പ്രാവശ്യം റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്, എന്തുകൊണ്ട് ഹൈഡ്രജൻ ഒരു ഡൊമസ്റ്റിക് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യുന്നില്ല ഇവൻ ദോ ദ കലോറിഫിക് വാല്യൂ ഓഫ് ഹൈഡ്രജൻ ഇസ് റിയലി ഹൈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദി ആൻസർ ഇസ് എക്സ്പ്ലോസീവ് നേച്ചർ ആയതുകൊണ്ടിട്ട് അതിനെ സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടിട്ടാണ് എന്ത് യൂസ് ചെയ്യാത്തത്? ഹൈഡ്രജൻ ഒരു ഡൊമസ്റ്റിക് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാത്തത്. ഈ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഹൈഡ്രജനും ഓക്സിജനും കൂടി കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. സോ അതിനെയാണ് നമ്മൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് ഡിസ്ക്രൈബ് ചെയ്തപ്പോൾ പറഞ്ഞു, എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞു, ഹൈഡ്രജൻ എക്സ്പ്ലോസീവ് ആയതുകൊണ്ടിട്ട് അത് സ്റ്റോർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് അതിനെ കൊണ്ടുപോകാനും ആക്ച്വലി ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് അത് പ്രിഫർ ചെയ്യുന്നില്ല. സോ എന്തൊക്കെയാണ് നമ്മളൊരു ഫ്യൂവൽ, ഒരു ഐഡിയൽ ഫ്യൂവൽ എന്ന് പറയുമ്പോൾ എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് അതിനുണ്ടാവേണ്ടത്? ഒന്നാമത്തെ കാര്യം, അത് ഈസിലി അവൈലബിൾ ആയിരിക്കണം. പെട്ടെന്ന് അതിന് സ്കേസിറ്റി ഒക്കെ വന്നു പോയി കഴിഞ്ഞാൽ പണിയാണ്. സോ അത് ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഷുഡ് ബി ഓഫ് ലോ കോസ്റ്റ്. അധികം പൈസ, നമ്മളുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ നമുക്ക് ചിലവാകാൻ പാടില്ല. ഷുഡ് ഹാവ് ഹൈ കലോറിഫിക് വാല്യൂ. കലോറിഫിക് വാല്യൂ ഇപ്പൊ എന്താ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി ഷുഡ് കോസ്റ്റ് മിനിമം അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഓൺ കമ്പഷൻ. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ കൗഡങ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നേരെ തിരിച്ചും ക്വസ്റ്റ്യൻ വരാം, എന്തുകൊണ്ട് കൗഡങ് പ്രിഫർ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി കലോറിഫിക് വാല്യൂ കുറവാണ്. അതല്ലാണ്ട് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ, അത് കത്തുമ്പോൾ ഉണ്ടാവുന്ന സ്മോക്ക് ലിബറേറ്റഡ് പൊല്യൂഷന് കാരണമാണ്. സോ എഗെയിൻ അതും ഒരു ഇഷ്യൂ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്യൂവല് അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന തോത് വളരെയധികം കുറവായിരിക്കണം. ഷുഡ് ബി ഈസിലി സ്റ്റോറബിൾ. ഇപ്പൊ ഹൈലി ഇൻഫ്ലേമബിൾ പോയിട്ടുള്ള ഹൈഡ്രജൻ ഒക്കെ ആണെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ ഹൈഡ്രജൻ എന്ത് ചെയ്യാൻ നമുക്ക് പറ്റില്ല, സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. സോ ഒരു ഐഡിയൽ ഫ്യൂവൽ ആണ് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല. സോ ഇറ്റ് ഷുഡ് ബി ഈസിലി സ്റ്റോറബിൾ. എ liquid fuel should not evaporate quickly at ordinary temperature. ഇവാപറേറ്റ് ചെയ്ത് പോകാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ അല്ലെ, ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നീരാവിയായി ഇവാപറേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ യൂസ് ഇല്ല. സോ ഒരിക്കലും അത് എന്ത് ചെയ്യാൻ പാടില്ല, ഓർഡിനറി ടെമ്പറേച്ചറിൽ അത് ഒരിക്കലും ഇവാപറേറ്റ് ചെയ്യാൻ പാടില്ല. ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഷുഡ് ബി എബവ് ദ നോർമൽ ടെമ്പറേച്ചർ. ഇഗ്നീഷൻ ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ അത് കത്ത് പിടിക്കുന്ന ടെമ്പറേച്ചർ നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചറിനേക്കാളൊക്കെ ഒരുപാട് കൂടുതലായിരിക്കണം. ഇല്ലെങ്കിൽ ഇത് ആ ഒരു സർഫസിൽ തന്നെ അത് എന്ത് ചെയ്യും, കത്ത് പിടിച്ച് പിന്നീട് അത് കുറെ അധികം ഡിസാസ്റ്റേഴ്സിന് കാരണമാവും. സോ ഒരിക്കലും ഇഗ്നീഷൻ ടെമ്പറേച്ചർ നോർമൽ ടെമ്പറേച്ചറിനെക്കാളും കുറവാവാനോ അല്ലെങ്കിൽ നോർമൽ ടെമ്പറേച്ചറിന് ക്ലോസ് ആകാനോ പാടില്ല. ഇറ്റ് ഷുഡ് ബി ഓൾവേസ് ഹൈ. ഇതൊക്കെയാണ് ഐഡിയൽ ഫ്യൂവലിന്റെ എന്ത് പറയുന്നത്, പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. നൗ ഇനി ഇതിപ്പോ നമ്മൾ കഴിഞ്ഞു കേട്ടോ, ഫ്യൂവൽസിന്റെ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെയിൻലി ഇലക്ട്രിസിറ്റി ആൻഡ് ദ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, കറണ്ട് വരുന്നത് ആക്ച്വലി നമ്മളുടെ വീട്ടിലൊക്കെ കറണ്ട് വരുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏതൊക്കെ സബ്സ്റ്റേഷനിൽ നിന്ന് വരുന്നു, കുറെ അധികം വയറുകളിൽ കൂടെ വരുന്നു അല്ലെ. സോ ശരിക്കും ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ചാൽ ജനറേറ്റേഴ്സിൽ കൂടിയാണ് വരുന്നത്. കറക്റ്റ്. സോ ജനറേറ്റേഴ്സിൽ എന്താ സംഭവിക്കുന്നത്, ജനറേറ്റേഴ്സിന്റെ മെക്കാനിക്കൽ എനർജിയാണ് ആക്ച്വലി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നത്. ജനറേറ്റേഴ്സ് ഞാനിപ്പോൾ ആ പിക്ചറിൽ കാണിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ജനറേറ്റേഴ്സ്
ഇപ്പൊ ഒരു വലിയൊരു ഓഡിറ്റോറിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കറണ്ട് പോയി, അപ്പോഴൊക്കെ നമ്മൾ ജനറേറ്റേഴ്സ് ഓൺ ചെയ്യുന്നൊക്കെ നമ്മൾ പറഞ്ഞ് വി ആർ വെരി ഫെമിലിയർ ടു ഇറ്റ്. സോ എന്താണ് ജനറേറ്ററിന്റെ ഉള്ളിലെ എനർജി കൺവേർഷൻ? ഇറ്റ് ഈസ് ഫ്രം മെക്കാനിക്കൽ എനർജി ടു ദ ഇലക്ട്രിക്കൽ എനർജി. അതാണ് ജനറേറ്ററിന്റെ ഇലക്ട്രിക് കൺവേർഷൻ, അതായത് എനർജി കൺവേർഷൻ എന്ന് പറയുന്നത്. നൗ ഇനി നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ നമ്മളുടെ വീടുകളിൽ നമുക്ക് സുലഭമായിട്ട് കറണ്ട് കിട്ടുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ റോട്ടിൽ കൂടെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ കുറെ അധികം വയറ് പോകുന്ന കുറെ സ്ഥലങ്ങൾ, സബ്സ്റ്റേഷൻസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ഈ സബ്സ്റ്റേഷൻസിൽ കറണ്ട് എവിടെ നിന്ന് വരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ ട്രിപ്പ് പോയപ്പോൾ അല്ലെങ്കിൽ ടൂർ പോയപ്പോഴൊക്കെ പല ഡാമുകൾ നിങ്ങൾ പോയിട്ടുണ്ടാവും. ഇടുക്കി ഡാം, മലമ്പുഴ ഡാം. ഈ ഡാം ഒക്കെ എന്തിനാ, അതല്ലെങ്കിൽ എന്താ എന്റെ പേർപ്പസ് എന്നൊക്കെയാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ കറണ്ട് മെയിൻലി ജനറേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് വി കോൾ ഇറ്റ് എസ് പവർ സ്റ്റേഷൻസ്. സോ വാട്ട് ആർ പവർ സ്റ്റേഷൻ? പവർ സ്റ്റേഷൻസ് ആർ ദ സെന്റേഴ്സ് where electricity is produced on a large scale for distribution. ഭയങ്കര ലാർജ് സ്കെയിൽ ആയിരിക്കും പവർ സ്റ്റേഷനിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ പവർ സ്റ്റേഷൻസ് പല മെത്തേഡിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അതായത് അതിന്റെ ഏത് സോഴ്സ് ആണോ അതിന് ഈ എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് പവർ സ്റ്റേഷൻസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. സോ പവർ സ്റ്റേഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ദി സോഴ്സ് പ്രൊവൈഡിങ് ദ എനർജി required to operate the generator. So let's see what all are the different types of source which are providing these types of energy. നിങ്ങൾക്ക് ഒരുവിധം എല്ലാം തന്നെ അറിയുന്നതായിരിക്കും, കേൾക്കാത്ത ഒന്നോ രണ്ടോ എണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതിനകത്ത് ഏറ്റവും ഫെമിലിയർ ആയിരിക്കും നിങ്ങൾ മലമ്പുഴ ഡാമിൽ പോയിട്ടുണ്ട്, ഇടുക്കി ഡാമിൽ പോയിട്ടുണ്ട്. സോ എന്താണ്, നമ്മൾക്ക് കുറെ അധികം ഡാമുകളും ഉണ്ട് അല്ലെ കേരളത്തിൽ തന്നെ. നമ്മളുടെ മെയിൻ സോഴ്സ് ഓഫ് ജനറേറ്റിംഗ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ആണ്. എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? ഹൈഡ്രോ, ദ വേർഡ് ഇറ്റ് സെൽഫ് സേസ് ഇറ്റ്സ് വാട്ടർ. ദാറ്റ് മീൻസ് ദ ഇലക്ട്രിസിറ്റി ഇസ് ജനറേറ്റഡ് ഫ്രം വാട്ടർ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് എന്ന് പറയാം. ഇനി നമ്മൾ നേരത്തെ പഠിച്ച കാര്യമൊക്കെ നമുക്ക് റീകോൾ ചെയ്തെടുക്കാം. വെള്ളം നമ്മൾ എന്തിൽ സൂക്ഷിക്കുന്നു? ഡാമിൽ സൂക്ഷിക്കുന്നു അല്ലെ. ഇറ്റ് ഇസ് സ്റ്റോർഡ് അറ്റ് എ ഹൈറ്റ്. നമ്മൾ എപ്പോഴും ഒരു ഹൈറ്റിൽ ദ എനർജി സ്റ്റോർഡ് അറ്റ് മീൻസ് എനർജി ഓഫ് എൻ ഒബ്ജെക്ട് വിച്ച് ഇസ് അറ്റ് എ ഹൈറ്റ്. അത് ഏതായിരിക്കും, ഏത് എനർജി ആയിരിക്കും അവിടെ സ്റ്റോർ ചെയ്യപ്പെടായിട്ട്? പൊട്ടൻഷ്യൽ എനർജി, റൈറ്റ്? സോ ഡാമുകളിൽ നമ്മൾ വെള്ളം കെട്ടി സൂക്ഷിക്കുമ്പോൾ അവിടെ എന്ത് എനർജിയാണ് ഉള്ളത്? പൊട്ടൻഷ്യൽ എനർജിയാണ് ഉള്ളത്. ഈ വെള്ളം നമ്മൾ ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് ഉപയോഗിച്ച്, നിങ്ങൾക്ക് ഇമേജ് നോക്കിയാൽ മനസ്സിലാവും, ഈ പെൻസ്റ്റോക്ക് പൈപ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ ഒഴുക്കി വിടുകയാണ്. ഒഴുക്കി വിടുമ്പോൾ ഈ പൊട്ടൻഷ്യൽ എനർജി എന്ത് എനർജി ആയിട്ട് മാറും? ഇറ്റ് ഈസ് ഗോയിങ് ടു ബി കൈനറ്റിക് എനർജി. ഓക്കെ, സോ ഈ പറഞ്ഞ എനർജി ഉപയോഗിച്ചിട്ട് താഴെ കാണിച്ചിട്ട് കണ്ടോ, ടർബൈൻ കണ്ടോ? ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും. ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് വഴിയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ the energy of the flowing water is used to rotate the turbine and electricity is generated using ദിസ്. സോ ഇവിടെ നടക്കുന്ന എനർജി മീൻസ് എനർജി ചേഞ്ച് എന്താണ്? ഒന്ന് പൊട്ടൻഷ്യൽ എനർജിയാണ്, വാട്ടർ സ്റ്റോർഡ് ഇൻ ദ ഡാം പൊട്ടൻഷ്യൽ എനർജി. അത് ഒഴുക്കി വിടുമ്പോഴത്തേക്കും അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറി. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ മെക്കാനിക്കൽ എനർജി, ദെൻ ഇറ്റ് ഇസ് കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ എനർജി. നമുക്കറിയാം കേരളത്തിൽ കുറെ അധികം നദികൾ ഉള്ളത് കൊണ്ടിട്ട് നമുക്ക് കുറെ അധികം ഡാമുകളും ഉണ്ട്. എവിടേക്കുള്ള? പള്ളിവാസൽ, മൂലമറ്റം, ഇടുക്കി, കുട്ടിയാടി, ഇടമലയാർ, ഇതെല്ലാം കേരളത്തിലുള്ള കുറച്ചധികം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് ആണ്. കുറച്ച് മാത്രമേ നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഇനിയും. സോ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ് എന്താ നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. നൗ നെക്സ്റ്റ് വൺ, തെർമൽ പവർ സ്റ്റേഷൻസ്. തെർമൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ? ടെമ്പറേച്ചർ അല്ലെ. അപ്പോൾ എന്തോ റിലേറ്റഡ് ടു ടെമ്പറേച്ചർ ആണ്, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ തെർമൽ പവർ പ്ലാന്റ്സ് എന്താ യൂസ് ചെയ്യാന്ന് വെച്ചാൽ കോൾ, നാഫ്ത, ലിഗ്നൈറ്റ് ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ഫ്യൂവൽസ് കത്തിക്കുമ്പോൾ ഇത് എന്ത് ചെയ്യും? കുറെ അധികം ഹീറ്റ് ലിബറേറ്റ് ചെയ്യൂലേ. ഈ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഉപയോഗിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിനെ സ്റ്റീം ആക്കി മാറ്റും. ആ സ്റ്റീം എന്തിനു യൂസ് ചെയ്യും? ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. അങ്ങനെയാണ് തെർമൽ പവർ പ്ലാന്റ്സ് വർക്ക് ചെയ്യുന്നത്. സോ എല്ലാ പവർ പ്ലാന്റ്സും ടർബൈൻ റൊട്ടേറ്റ് ചെയ്യണം, പിന്നെയാണ് ജനറേറ്റേഴ്സിലേക്ക് വരുന്നത് അല്ലെ. സോ ഈ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏത് സോഴ്സ് ഓഫ് എനർജി ആണോ എടുക്കുന്നത് അത് വെച്ചിട്ടാണ് പവർ സ്റ്റേഷൻസ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ എന്താണ്? ഈ പറഞ്ഞ ഫ്യൂവൽസ് ബേൺ ചെയ്ത് അത് ആ ഹീറ്റ് ഉപയോഗിച്ചിട്ട് the heat thus liberator is used to convert the water into steam at high temperature and pressure, and that energy of steam is used to rotate the turbines to generate electricity. So ഇവിടെ എന്ത് ചേഞ്ച്, എനർജി ചേഞ്ച് നടക്കുന്ന? ഫ്യൂവൽസിന്റെ കെമിക്കൽ എനർജി will turn to heat energy. കത്തിക്കുമ്പോഴത്തേക്ക് അത് ഹീറ്റ് എനർജി ആയിട്ട് മാറി. ടർബൈൻ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി anyway it is going to be mechanical, then it comes to electrical energy. വളരെ കുറവാണ് തെർമൽ പവർ സ്റ്റേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം കമ്പയർഡ് ടു ദ ഹൈഡ്രോ ഇലക്ട്രിക്. സോ നെയ്വേലി, കായംകുളം അങ്ങനത്തെയാണ് നമുക്ക് കുറച്ച് തെർമൽ പവർ സ്റ്റേഷൻസ് ഇവിടെ ഉള്ളത്. ഇനി മൂവിങ് ടു ദ നെക്സ്റ്റ്. സോ തെർമൽ ഒരു പക്ഷേ നിങ്ങൾ അത്രയും ഹൈഡ്രോ ഇലക്ട്രിക്കിന്റെ അത്ര നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല. നെക്സ്റ്റ്, ഇനി എമേർജിംഗ് ആയിട്ട് പുതുതായിട്ട് വരുന്ന ഈ പറഞ്ഞ തെർമൽ പവർ പ്ലാന്റ്സ് ആയാലും
ഫ്യൂവൽ വേണം അല്ലെ കത്തിക്കാൻ വേണ്ടിയിട്ട്, കുറെ അധികം ഫ്യൂവൽ, അതൊരു സോഴ്സ് ഓഫ് എനർജിയാണ്. നമുക്കറിയാം ഏറ്റവും അബൻഡന്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, നമ്മളുടെ സൺ തന്നെയാണ്, സോളാർ എനർജിയാണ്. സോ ഇന്നത്തെ കാലത്ത് പ്രോഗ്രസീവ്ലി വരുന്ന ഒരു സംഭവമാണ് സോളാർ എനർജി. നിങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, അതിന്റെ റൂഫ് ടോപ്സ് ഫുൾ സോളാർ പാനൽസ് ആണ്. ഇപ്പൊ ബിൽഡ് ചെയ്യുന്ന ഒരുവിധം എല്ലാ കോളേജസിന്റെ റൂഫ് ടോപ്സും എന്താണ്, സോളാർ പാനൽസ് വെച്ചിട്ട് അതിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കിയിട്ട് ഡയറക്ട്ലി നമ്മളുടെ KCBയിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുക അല്ലെ. സോ ഇപ്പൊ കുറച്ചും കൂടി ഈ സോളാർ പാനൽസ്, സോളാർ സെൽസ് എന്നുള്ള കോൺസെപ്റ്റ് കുറച്ചും കൂടി പ്രോമിസിങ് ആണ് നേരത്തേതിനെ അപേക്ഷിച്ച്. ഓക്കെ, അത് എന്താണ് ഈ സോളാർ സെൽസ് നമുക്ക് നോക്കാം. സോളാർ സെൽസ് കൺവേർട്ട് സോളാർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, ദാറ്റ് വി ഓൾ നോ. സോളാർ എനർജീനെ ഇലക്ട്രിക്കൽ എനർജീനെ കൺവേർട്ട് ചെയ്യുന്ന സെൽസിനെയാണ് നമ്മൾ സോളാർ സെൽസ് എന്ന് വിളിക്കുന്നത്. ഇനി ഇത് നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒന്ന് ഹയർ ലെവലാണ്, നിങ്ങൾക്ക് ഒരു പക്ഷെ അത്ര ക്ലിയർലി മനസ്സിലാവണം എന്നില്ല ഇത്, എന്നാലും ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. PN ജംഗ്ഷൻ ഡയോഡ് നിങ്ങൾ കുറച്ചും കൂടി കഴിയുമ്പോൾ പഠിക്കും. സെമി കണ്ടക്ടർ ഡയോഡ്സ് ആണ്. ഇപ്പോൾ PN ജംഗ്ഷൻ ഡയോഡ് എന്ന് പറയുമ്പോൾ ഒരു ഭാഗം P ടൈപ്പും ഒരു ഭാഗം N ടൈപ്പും, അങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഇപ്പോഴത്തേക്ക് നിങ്ങൾ ഓർത്ത് വെക്കൂ. സോ നിങ്ങൾ ഇലക്ട്രിസിറ്റി എന്താ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് ഇലക്ട്രിസിറ്റി അല്ലെ. സോ ഈ N റീജിയനിൽ നിന്ന് ഇലക്ട്രോൺസ് P റീജിയനിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ആവും. അതാണ് സോളാർ സെൽസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോളാർ സെൽസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്, PN ജംഗ്ഷൻ ഡയോഡ് വെച്ചിട്ടാണ്. സോ ഈ പറഞ്ഞ N സൈഡിൽ നിന്ന് ഇലക്ട്രോൺസ് P സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ കറണ്ട് ജനറേറ്റ് ചെയ്യും, ഇലക്ട്രോണിന്റെ ഫ്ലോ ഉണ്ട്. അങ്ങനെയാണ് സോളാർ എനർജി എന്തിലേക്ക് കൺവേർട്ട് ആകുന്നത്, ഇലക്ട്രിക്കൽ എനർജിയിലേക്ക് കൺവേർട്ട് ആവുന്നത്. ഇനി ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഫോട്ടോ വോൾട്ടേക് എഫക്ട്. എന്തായി ഫോട്ടോ വോൾട്ടേക് ഇഫക്ട്? ആ പേര് തന്നെ നോക്കിയാൽ, ഫോട്ടോ ഇറ്റ്സ് ലൈറ്റ്, വോൾട്ടേക് വോൾട്ടേജ്. അപ്പൊ എന്തായിരിക്കും, ദ ജനറേഷൻ ഓഫ് വോൾട്ടേജ് and current when it is exposed to light is known as photovoltaic effect. ഒരു ലൈറ്റിലേക്ക്, ഇപ്പൊ സോളാർ എനർജി എന്ന് പറയുമ്പോൾ സൂര്യന്റെ പ്രകാശത്തിലേക്ക് അതിനെ എക്സ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ വോൾട്ടേജും കറണ്ടും ജനറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ എഫക്റ്റിനെയാണ് നമ്മൾ ഫോട്ടോ വോൾട്ടേക് സെൽ എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ ഒരു സോളാർ സെല്ലിന്റെ കേസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കിട്ടുന്ന കറണ്ട് എന്ന് പറയുന്നത് തീരെ മൈന്യൂട്ട് ആയിരിക്കും. സോ ഒരു സെല്ലൊന്നും നമുക്ക് പോരാ. ഇഫ് വി വാണ്ട് എ സഫിഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് കറണ്ട് ഓർ ഇലക്ട്രിസിറ്റി, we have to assemble it off അല്ലെ. സോ അങ്ങനെ അസംബിൾ ചെയ്ത് കഴിയുമ്പോഴാണ് we will get a solar panel. So solar panel is actually made by assembling a large number of solar cells. കുറെ അധികം സോളാർ സെൽസ് അസംബിൾ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സോളാർ പാനൽസ് യൂസ് ചെയ്യുന്നത്, സോളാർ പാനൽസ് ഉണ്ടാക്കുന്നത്. ഇനി ഇപ്പൊ കുറച്ചും കൂടി ഞാൻ പറഞ്ഞില്ലേ പ്രോമിസിംഗ് ആയിട്ട് വരുന്ന ഒന്നാണ് സോളാർ പാനൽസും സോളാർ സെൽസും എല്ലാം. ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ്സിലൊക്കെ ഉപയോഗിക്കുന്നത് സോളാർ പാനൽസ് ആണ്. അതേപോലെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് നിങ്ങൾക്ക് അറിയാലോ എന്താന്നുള്ളത് അല്ലെ, സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്ന ഒക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളതാ. സോ അതിനകത്തും ഘടിപ്പിച്ചിട്ടുള്ളത് സോളാർ പാനൽസ് ആണ്. സൂര്യന്റെ പ്രകാശമാണ് അവിടെ ആ സാറ്റലൈറ്റ് വർക്ക് ചെയ്യാനുള്ള സോഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് as a source of electricity for radio and TV relay stationസിലും യൂസ് ചെയ്യുന്ന എന്താണ്, ഈ പറഞ്ഞ സെയിം സംഭവങ്ങൾ തന്നെയാണ്. ഇനി ഇതിന്റെ ഡ്രോബാക്സ് എന്താ? ഇത്രയൊക്കെ ഗുണം സോളാർ സെൽസിനുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ചെലവ് എന്ന് വെച്ചാൽ ചെലവല്ല, നമുക്ക് പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും വരുന്നില്ല, എൻവിറോൺമെന്റൽ ഹാം ഇല്ല, സൂര്യപ്രകാശം കിട്ടും എന്നുള്ളത് കൊണ്ടിട്ട് ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് ഇത് പ്രൊമോട്ട് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പോലും എന്തുകൊണ്ട് നമ്മുടെ വീട്ടിൽ സോളാർ പാനൽസ് വെക്കുന്നില്ല എന്ന് വെച്ചാൽ, ഇറ്റ്സ് ലൈക്ക് ദ പ്രോബ്ലം ഇസ് ലൈക്ക് ഇത് ഒരിക്കലും നമുക്ക് രാത്രി സമയങ്ങളിലോ മഴയുള്ളപ്പോഴോ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തതെന്ന് വെച്ചാൽ ഇത് കോസ്റ്റ് ആണ്, ഭയങ്കര ഹൈലി എക്സ്പെൻസീവ് ആണ്. ഹൈലി എക്സ്പെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇൻസ്റ്റലേഷൻ എക്സ്പെൻസീവ് ആണ്, ഇതിന്റെ കണക്ഷൻസ് ഒക്കെ കൊടുക്കാൻ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഒക്കെ എക്സ്പെൻസീവ് ആണ്. സോ എക്സ്പെൻസ് കാരണമാണ് ഇതധികം എന്ത് ചെയ്യാത്തത്, പ്രൊമോട്ട് ചെയ്യപ്പെടാത്തത്. എഗെയിൻ ഞാൻ പറയണു, ഇപ്പോൾ കുറേ അധികം സ്കീംസിൽ നമ്മളെ കേരളത്തിലായാൽ പോലും കുറേ അധികം പ്രോമിസിംഗ് ആയിട്ടുള്ള സ്കീംസ് വരുന്നതിൽ വെച്ചിട്ട് KCB ഇൻവെന്റ് ചെയ്ത് സബ്സിഡി വെച്ചിട്ട് ഈ പറഞ്ഞ സോളാർ പാനൽസ് ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയും ഇപ്പൊ കുറെ മെഷേഴ്സ് വരുന്നുണ്ട്. സോ വി ക്യാൻ എക്സ്പെക്ട് ദാറ്റ് ഇൻ ദ ഫ്യൂച്ചർ ടൈം ദിസ് ഇസ് ഗോയിങ് ടു ഗ്രോ അപ്പ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്. ഇനി സോളാർ എനർജി വെച്ച് വർക്ക് ചെയ്യുന്ന സെൽസും പാനൽസ് നമ്മൾ പറഞ്ഞു. ഇനി അതല്ലാണ്ട് വർക്ക് ചെയ്യുന്ന രണ്ട് സാധനങ്ങളും കൂടെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഒന്ന് സോളാർ കുക്കർ, രണ്ട് സോളാർ വാട്ടർ ഹീറ്റർ. ഇത് രണ്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനെക്കാട്ടിയൊക്കെ മുന്നേ ഞാൻ സിംപ്ലി നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾക്ക് ഭയങ്കര സമ്മർ സീസണൊക്കെ ആണെങ്കിൽ നിങ്ങൾ കറുത്ത ഡ്രസ്സാണ് ഇടണമെങ്കിൽ നിങ്ങൾ ചൂടെടുത്ത് മരിക്കും, അത്രയും നിങ്ങൾക്ക് ചൂടായിരിക്കും കറുത്ത ഡ്രസ്സാണ് ഇടുന്നുണ്ടെങ്കിൽ. അതേസമയം നിങ്ങൾ വൈറ്റ് കളറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും ചൂട് അനുഭവപ്പെട്ടില്ല. വീട്ടിൽ ഇത് പറഞ്ഞിട്ടുണ്ടാവും മിക്കവാറും അല്ലെ, കറുത്ത ഡ്രസ്സ് ഇടുമ്പോൾ നമുക്ക് കുറേ അധികം ചൂട് അനുഭവപ്പെടും. വൈ? എന്തുകൊണ്ടാണ് അത്? ഇപ്പൊ നമ്മളൊരു പാത്രം എടുത്തു, ഇപ്പൊ ഞാൻ ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ള 2 ടിൻസ് ആണ്. ഒരു ടിന്നിന് ഞാൻ ബ്ലാക്ക് പെയിന്റ് ചെയ്തു, മറ്റേ ടിന്നിന് ഞാൻ വൈറ്റ് പെയിന്റും ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടും കൊണ്ട് ഞാൻ വെയിലത്ത് വെച്ചു. ഏറ്റവും ആദ്യം ഏത് ചൂടാകും? കറുപ്പാണ് ചൂടാവുക, വൈറ്റ് അത്ര അധികം ചൂടാവില്ല. കാര്യം എന്താ?
ബ്ലാക്കിനാണ് ഏറ്റവും കൂടുതൽ റേസിനെ അബ്സോർബ് ചെയ്യാനുള്ള കഴിവുള്ളത്. സോ ഇറ്റ് വിൽ ഗെറ്റ് ഹീറ്റഡ് മോർ. സോ ഇങ്ങനെ വേണ്ടുള്ള എല്ലാ കേസിലും ഇപ്പൊ നമ്മൾ കറുത്ത വസ്ത്രം ഇടുമ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഈ ഡ്രസ്സ് നമ്മളുടെ എല്ലാ റേസിനെയും അബ്സോർബ് ചെയ്യുന്നുണ്ട്, നമുക്ക് കുറെ അധികം ഹീറ്റ് അനുഭവപ്പെടും. ദാറ്റ്സ് വൈ ഇറ്റ് ഇസ് നോട്ട് പ്രിഫർ ടു വോർ ബ്ലാക്ക് ഡ്യൂറിംഗ് ദ സമ്മർ സീസൺ എന്നാണ് പറയുന്നത്. സോ നൗ ഈ പറഞ്ഞ സോളാർ കുക്കേഴ്സ് ആയാലും വാട്ടർ ഹീറ്റേഴ്സ് ആയാലൊക്കെ വർക്ക് ചെയ്യുന്നത് അതിനകത്ത് നമ്മൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഡിസ്കസ് ദാറ്റ് ഡെഫിനറ്റ്ലി ബ്ലാക്ക് കളർ സർഫസ് അബ്സോർബ്സ് മോർ ഹീറ്റ് ദാൻ ദ വൈറ്റ് കളർ, റൈറ്റ്? സോ ലെറ്റ്സ് മൂവ് ഓൺ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സോളാർ കുക്കർ ആണ്. ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ളതാണ് ആക്ച്വലി സോളാർ കുക്കർ അല്ലെ. സോളാർ കുക്കർ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ മെയിൻ കോമ്പണൻസ് എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്തിട്ടുള്ള 3 കാര്യങ്ങളാണ്. ഒന്ന്, എ ബോക്സ് വിത്ത് ബ്ലാക്ക് ആൻഡ് ഇന്റീരിയർ, അതിന്റെ റീസൺ ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞത്. എ ഗ്ലാസ് കവർ ഫോർ ദ ബോക്സ്, എ മിറർ ഔട്ട്സൈഡ് ദ ബോക്സ്. ഇത് 3ആണ് ഒരു സോളാർ കുക്കറിന്റെ മെയിൻ കോമ്പണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, now let's go into detail for the each and every part. എന്തിനാ ബ്ലാക്ക് കളർ ഇന്റീരിയറും ഇതിന്റെ ബേസ് പാർട്ടും കണ്ടോ? ഇവിടെയും എന്ത് തന്നെയാ ചെയ്തേക്കണേ? ബ്ലാക്ക് കളർ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? പെയിന്റ് ചെയ്തിട്ടുള്ളത്. വൈ? എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബിക്കോസ് ബ്ലാക്ക് കളർ അബ്സോർബ്സ് എ ലോട്ട് ഓഫ് ഹീറ്റ്. കുറെ അധികം അബ്സോർപ്ഷൻ കപ്പാസിറ്റി ഉള്ള കളർ ബ്ലാക്ക് ആയതുകൊണ്ടിട്ടാണ് ബ്ലാക്ക് അവിടെ ചെയ്തിട്ടുള്ളത്. ഇനി അതിന്റെ ചുറ്റിനും എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഗ്ലാസ് കവർ വെച്ചിട്ടുണ്ട്. എന്താ ഈ ഗ്ലാസ് കവറിന്റെ പ്രത്യേകത? ഗ്ലാസ് കവറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ സൺറൈസിനെ ഇത് കടത്തിവിടും. കടത്തി വിട്ട് കഴിയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി ഇത് ചൂടാവുമല്ലോ. ചൂടായി കഴിയുമ്പോൾ ഇത് ബ്ലാക്ക് സർഫസ് ആണ്. ബ്ലാക്ക് സർഫസ് ആയി കഴിയുമ്പോൾ ഈ ഗ്ലാസ് കവർ ഇത് കടത്തിവിടും എന്നുള്ളത് ഒരു പോയിന്റ്. 2, ഇത് ബ്ലാക്ക് സർഫസ് ആണ്. കുറച്ചു നേരം ചൂടായി കഴിയുമ്പോൾ ഈ ബ്ലാക്ക് സർഫസ് തിരിച്ച് ഈ ചൂടിനെ എന്ത് ചെയ്യും? റേഡിയേറ്റ് ചെയ്യാൻ തുടങ്ങും, പുറത്തേക്ക് വിടാനും തുടങ്ങും. പക്ഷെ ഈ ഗ്ലാസ് എന്ത് ചെയ്യും? ഈ റേഡിയേഷൻ ഇത് ബ്ലോക്ക് ചെയ്ത് വെക്കും. സോ റേസിനെ ഇങ്ങോട്ട് അകത്തേക്ക് കടത്തി വിടും എന്നല്ലാണ്ട് അകത്തുള്ളതിനെ പുറത്തേക്ക് ഇത് കടത്തി വിടില്ല. സോ അവിടെ എന്തായി? അത്രയും ഹീറ്റ് ട്രാപ്പായി. ഇനി എ മിറർ ഔട്ട്സൈഡ് ദ ബോക്സ്, പുറത്തൊരു മിറർ വെച്ചിട്ടുണ്ട്, അതിന്റെ റിഫ്ലക്ഷനും കാണിച്ചിട്ടുണ്ട്. എന്തിനാ അവിടെ മിറർ വെച്ചിട്ടുള്ളത്? സോ ആസ് ടു റിഫ്ലക്ട് ആൻഡ് കൺവേർട്ട് മോർ ആൻഡ് മോർ ലൈറ്റ് റേസ്, കുറെ അധികം ലൈറ്റ് റേസിനെ അതിൻ്റെ ഉള്ളിലേക്ക് റിഫ്ലക്ട് ചെയ്യിപ്പിച്ച് കുറേ കൂടെ സോളാർ കുക്കർ എഫിഷ്യന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ മിറർ വെച്ചിട്ടുള്ളത്. സോ ഏതൊക്കെയാണ് 3 കോമ്പണൻസ്? ബ്ലാക്ക് ആൻഡ് ഇന്റീരിയർ ആണ്, 2 ഒരു ഗ്ലാസ് കവർ ഉണ്ട്, 3 ഒരു മിറർ വെച്ചിട്ടുണ്ട്. ഇത് 3ന്റെയും എന്തുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നുള്ളത് എന്ന് നമ്മളിപ്പോ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു അല്ലെ. നെക്സ്റ്റ് മൂവ് ടു ദ നെക്സ്റ്റ്. ഇനി സോളാർ വാട്ടർ ഹീറ്റർ. ഇതും സെയിം പ്രിൻസിപ്പിൾ ആട്ടോ. ഈ കാണുന്ന കോപ്പർ, നീട്ടുള്ള കോപ്പർ വയേഴ്സ് ബ്ലാക്ക് കളറിൽ പെയിന്റ് ചെയ്തിട്ട് ഈ ബ്ലാക്ക് കളർ ഒരു ബോക്സിലാക്കിയിട്ട് അതൊരു കോയിലാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത്. സോ ഇത് ആക്ച്വലി ഒരു കോയിലാക്കി വെച്ചേക്കുന്നതാണ്. ഓക്കെ, സോ ഇതെന്താ ഇനി ചെയ്യാന്ന് വെച്ചാല് അവിടെ 2 ടാങ്ക് വെച്ചിട്ടുണ്ട്. ഒരു ടാങ്ക് റിസർവിയർ ആണ്, ഒരു ടാങ്ക് ഈ പറഞ്ഞ വെള്ളം. വാട്ടർ ഹീറ്റർ എന്ന് പറയുമ്പോൾ വെള്ളം ചൂടാക്കാനുള്ളല്ലേ, ചൂടാക്കിയ വെള്ളം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഈ റിസർവിയറിൽ നിന്ന് ഒരു കണക്ഷൻ എങ്ങോട്ട് പോയിട്ടുണ്ട്? ഈ കണക്ഷൻ എങ്ങോട്ടാ വന്നേക്കണേ? ഇതിന്റെ ഒരറ്റത്തേക്ക് വന്നു. ഇതാണ് കോപ്പർ റോഡ്സ്, ബ്ലാക്ക് കളർ പെയിന്റഡ് ആണ്, കോയില് മാതിരി വെച്ചേക്കുന്നതുമാണ്. ഓക്കെ, സോ ഈ വെള്ളം റിസർവിയറിൽ നിന്ന് തണുത്ത വെള്ളം എന്തിലേക്ക് വരും? ഈ കോയിലേക്ക് വരും. ഇത് ചൂടാകും. ചൂടായി കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഈ ലൈൻ വഴി ഇപ്പുറത്തേക്ക് അടുത്ത ടാങ്കിലേക്ക് അത് കണക്ട് ആവും. എന്നിട്ട് ആ ടാങ്കിൽ നമുക്ക് എന്ത് കളക്ട് ചെയ്യാൻ പറ്റും? ഹോട്ട് വാട്ടർ കളക്ട് ചെയ്യാൻ പറ്റും. സോ ഈ പ്രോസസ്, കണ്ടിന്യൂസ് പ്രോസസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വെള്ളം ചൂടാക്കി എടുക്കാൻ പറ്റും. സോ ഇങ്ങനെയാണ് സോളാർ വാട്ടർ ഹീറ്റേഴ്സും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഇത് സോളാർ തെർമൽ പവർ പ്ലാന്റ്. ഇപ്പോൾ നമ്മൾ പവർ സ്റ്റേഷൻസിനെ പറ്റിയാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. സോ സോളാർ എനർജി വെച്ച് വർക്ക് ചെയ്യുന്നതിനെയാണ് സോളാർ തെർമൽ പവർ പ്ലാന്റ് എന്ന് പറയുന്നത്. സോ സോളാർ എനർജി ആയിരിക്കും അവിടെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് വെക്കുക. ഇവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ കോൺകേവ് റിഫ്ലക്ടേഴ്സ് നിങ്ങൾ പഠിച്ചായിരിക്കുമല്ലോ അല്ലെ. കോൺകേവ്, കോൺവെക്സ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. കോൺകേവ് റിഫ്ലക്ടേഴ്സ് ഉപയോഗിച്ച് സൺറേസിനെ ഫോക്കസ് ചെയ്തിട്ട് അത് ബ്ലാക്ക് ആൻഡ് പൈപ്സ് ഫിൽഡ് വിത്ത് വാട്ടർ, റേസ് ഓൺ ദ ബ്ലാക്ക് ആൻഡ് പൈപ്സ് ഫിൽഡ് വിത്ത് വാട്ടർ ഇതിലേക്ക് നമ്മൾ കടത്തി വിടുമ്പോഴത്തേക്കും അതിൽ നിന്നാണ് ഈ വെള്ളം ചൂടായി അതുവഴി സ്റ്റീം ജനറേറ്റ് ചെയ്തു. ആ സ്റ്റീം ഉപയോഗിച്ച് ടർബൈൻ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് എന്ത് ജനറേറ്റ് ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്. തെർമൽ പവർ പ്ലാന്റ് പഠിച്ച പോലെ തന്നെ, പക്ഷെ അവിടെ ഫ്യൂവൽസ് ആണ് ബേൺ ചെയ്ത് സ്റ്റീം ആക്കുന്നത്, വാട്ടർ ബോയിൽ ചെയ്ത് സ്റ്റീം ആക്കുന്നത്. ഇവിടെ വാട്ടർ ബോയിലിങ്ങിന് യൂസ് ചെയ്യുന്നത് തന്നെ സോളാർ എനർജിയാണ്. സോ അതിനെന്താ യൂസ് ചെയ്യുക? കോൺകേവ് റിഫ്ലക്ടേഴ്സ് യൂസ് ചെയ്ത് കുറെ അധികം റേസിനെ ഫോക്കസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ബോയിലിംഗ് നടക്കുന്നത്. സോ അങ്ങനെയാണ് സോളാർ തെർമൽ പവർ പ്ലാന്റ്സ് വർക്ക് ചെയ്യുന്നത്. മെജോറിറ്റി ഉള്ളത് രാജസ്ഥാനിലൊക്കെയാണ്. ഇവിടെ അത്രയില്ല. രാജസ്ഥാനിലൊക്കെയല്ലേ കുറച്ചും കൂടി ഭയങ്കര എക്സ്ട്രീം ടെമ്പറേച്ചർ വരുന്നത്. ഇനി നിങ്ങൾ തമിഴ്നാട് സൈഡൊക്കെ പോവാന്ന് വിചാരിക്കും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന സാധനമാണ് പിക്ചറിൽ കാണിച്ച പോലെ പുടുകൂറ്റൻ വിൻഡ് മിൽസ് കാണാൻ പറ്റും അല്ലെ. സോ വിൻഡ് മിൽസ് അതും ഒരു സോഴ്സ് ഓഫ് ജനറേറ്റിംഗ് ഇലക്ട്രിസിറ്റിയാണ്. അതായത് കാറ്റ് വെച്ചിട്ട് ഇലക്ട്രിസിറ്റിനെ ജനറേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് എനർജി ഫ്രം
വിൻഡ്. ഓക്കെ, സോ ഇതിന്റെ ഏറ്റവും വലിയതെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലം വേണം ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ. പക്ഷെ ഇത് എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ആണ്, റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി. ഇപ്പൊ നമ്മൾ സോളാർ എനർജി പറഞ്ഞതും റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി ആണ്. ഇതിന് റെക്കറിങ് എക്സ്പെൻഡിച്ചേഴ്സ് ഒന്നുമില്ല. എന്നിട്ടും ഇത് എന്തുകൊണ്ട് പ്രിഫർ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ റീസൺ എന്ന് വെച്ചാൽ കുറെ സ്ഥലം വേണം. അത് തന്നെയാണ് മെയിൻ റീസൺ. ദാറ്റ് ഇസ് ദിസ് ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ഓൺലി അറ്റ് ദോസ് പ്ലേസസ് വെർ വിൻഡ് ഇസ് അവൈലബിൾ ഫോർ മോസ്റ്റ് ടൈം ഓഫ് ദി ഇയർ. കുറെ അധികം നമ്മളുടെയൊക്കെ വീടെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു സീസണിൽ കാറ്റ് കിട്ടുമായിരിക്കും, അല്ലാണ്ട് എപ്പോഴും കാറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടത്തില്ല. സോ എവിടെയാണോ മെജോറിറ്റി ഓഫ് ദ ടൈം കാറ്റ് കിട്ടുന്നത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വിൻഡ് മിൽസ് വെക്കാൻ പറ്റത്തുള്ളൂ. രണ്ട്, ഇറ്റ് റിക്വയർസ് സ്റ്റോറേജ് സിസ്റ്റം യൂസ് ഇലക്ട്രിസിറ്റി വെൻ ദർ ഇസ് നോ വിൻഡ്. എബൌട്ട് 2 hectares ഓഫ് ലാൻഡ് ഇസ് നീഡഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് 1 megawatt പവർ. 1 megawatt പവർ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 2 ഏക്കറോളം ഭൂമി വേണം. ഇനി ഇതിനെക്കാട്ടി ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ദ എക്സ്പെൻസ് ടു എസ്റ്റാബ്ലിഷ് എ വിൻഡ് മിൽ ഇസ് വെരി ഹൈ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള എക്സ്പെൻസ് ഹൈ ആണ്. പോട്ടെ, എസ്റ്റാബ്ലിഷിംഗ് കോസ്റ്റ് മാത്രമാണ് ഹൈ എന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പെട്ടെന്നൊരു സൈക്ലോൺ വന്നു, പെട്ടെന്ന് ഭയങ്കരമായ മഴ വന്നു. ഇതുകൊണ്ടൊക്കെ വിൻഡ് മില്ലിന് ഉണ്ടാവുന്ന കേടുപാടുകൾ ഉണ്ടല്ലോ, അത് നന്നാക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് പൈസ വേണം. സോ ഇറ്റ് ഇസ് വെരി ഹൈ മെയിൻ്റനൻസ് കോസ്റ്റ് ആണ്. മെയിൻ്റനൻസ് കോസ്റ്റ് ഭയങ്കരമാണ് എന്തിന്, വിൻഡ് മിൽസിന്റെ കേസിൽ. അതുകൊണ്ട് വിൻഡ് മിൽസും അത്രയും അധികം പ്രൊമോട്ട് ചെയ്യപ്പെടാത്ത ഒരു കാര്യമാണ്. ബട്ട് എഗെയിൻ സ്റ്റിൽ വി ഹാവ്, നമുക്കും കുറെ അധികം ഇന്ത്യയിൽ തന്നെ വിൻഡ് മിൽസ് ഉള്ള കുറെ അധികം സ്റ്റേഷൻസ് ഉണ്ട്. അത് വെച്ച് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന കുറെ അധികം പവർ സ്റ്റേഷൻസ് ഉണ്ട് നമുക്ക്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ്, വിച്ച് ഇസ് വെരി റെയർലി യൂസ്ഡ്. നമ്മൾ കേരളത്തിൽ ഉപയോഗിക്കുന്നേ ഇല്ല ടൈഡൽ എനർജി. ടൈഡൽ എനർജി നിങ്ങൾക്കറിയാം, ടൈഡ്സ് എന്താണെന്നല്ലേ? സീ ലെവലിലെ വെള്ളം ഉയർന്നും താഴ്ന്നും വരുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി ടൈഡ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് എർത്ത്, മൂൺ എർത്തിനെ റൊട്ടേറ്റ് ചെയ്യുന്നതും ഈ 2 ഫാക്ടേഴ്സും കൊണ്ടിട്ടാണ് ടൈഡ്സിന്റെ ഫോർമേഷൻ ഉണ്ടാവുന്നത്. നമ്മൾ ഇവിടെ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ, ഈ റൈസ് ഓഫ് വാട്ടർ എന്ന് പറയുന്ന കേരളത്തിലെ ഏകദേശം 1 മീറ്ററിനെക്കാളും കുറവാണ്, അത്രേ നമുക്ക് വരുന്നുള്ളൂ. സോ ഇത് അത്രയും ഹൈറ്റിൽ വരാത്ത കൊണ്ടിട്ട് നമ്മൾ ഇവിടെ കേരളത്തിലെ ടൈഡൽ എനർജി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എന്ത് സാധനം? ടൈഡൽ എനർജി. പക്ഷെ ടൈഡൽ എനർജി മാത്രമല്ല ഓഷ്യൻ മീൻസ് സീയിൽ നിന്നും ഓഷനിൽ നിന്നും നമുക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് വേറൊരു മെത്തോളജിയും കൂടിയുണ്ട്, വിച്ച് ഇസ് നോൺ ആസ് ഓഷ്യൻ തെർമൽ എനർജി. എന്താണ് ഓഷ്യൻ തെർമൽ എനർജി? എഗെയിൻ ദ ടേം കേം ഹിയർ, തെർമൽ. തെർമൽ എന്ന് പറയുമ്പോൾ ഓർത്തോളം അവിടെ ടെമ്പറേച്ചറിന്റെ എന്തോ ബന്ധം ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ഇനി ഇവിടെ എന്താ യൂസ് ചെയ്യാന്ന് വെച്ചാൽ, ഓഷ്യന്റെ സർഫസ് മുകൾ ഭാഗം എപ്പോഴും ചൂട് കൂടുതലായിരിക്കും, കാര്യം സൺറൈസ് ഡയറക്ട്ലി വീഴുന്നതല്ലേ. സോ മുകൾ ഭാഗം എപ്പോഴും, ടോപ്പ് സർഫസ് എപ്പോഴും ഭയങ്കര ചൂടായിരിക്കും. പക്ഷെ താഴത്തേക്ക് വരുംതോറും അതിന് ടെമ്പറേച്ചർ കുറഞ്ഞു വരും. ഓക്കെ, ഈ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ ഓഷ്യൻ തെർമൽ എനർജി കൺവേർഷൻ പ്ലാന്റ്സ്, OTEC എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ വലുത്. നിങ്ങൾ വിചാരിക്കും കൂടിയെന്ന് എത്ര ഡിഫറൻസ് ആണ്? ഇല്ല, ഒരു നല്ല വ്യത്യാസമുണ്ട്. ഏകദേശം 20 കെൽവിൻ ഡിഫറൻസ് ആണ് 2 മീറ്റർ ഡെപ്തിൽ ഉണ്ടാവുന്നത്. സോ ഈ ടോപ്പ് മോസ്റ്റിൽ ടെമ്പറേച്ചർ കൂടുതലാണല്ലോ, ആ ടെമ്പറേച്ചർ ഉപയോഗിച്ചിട്ട് വോളറ്റൈൽ ലിക്വിഡ്സ് ആയിട്ടുള്ള അമോണിയം എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീറ്റ് ചെയ്യാൻ പറ്റും. സോ ഈ ഹീറ്റ് ഇത് കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് റൊട്ടേറ്റ് ചെയ്ത് തിരിച്ച് ഈ ഗ്യാസ് എന്ത് ചെയ്യും? താഴെ എന്തായാലും തണുത്ത വെള്ളം അല്ലേ, സോ തണുത്ത ഭാഗത്തൂടെ കടത്തി വിടുമ്പോഴത്തേക്കും അത് പിന്നെയും ലിക്വിഫൈ ആയിട്ട് വരും. സോ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് എഗെയിൻ വോളറ്റൈൽ അമോണിയം മീൻസ് നമ്മൾ ബേൺ ചെയ്യും, അപ്പോൾ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും, അത് വെച്ച് ടർബൈൻ റൊട്ടേറ്റ് ചെയ്യും, പിന്നെ അത് ലിക്വിഫൈ ചെയ്ത് വരും. സോ ഈ പ്രോസസ്സ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും സഫീഷ്യന്റ് എമൗണ്ട് ഓഫ് എനർജി അവിടെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിനെയാണ് ഓഷ്യൻ തെർമൽ എനർജി എന്ന് പറയുന്നത്. Now let's go to the last one, geothermal energy. Geo, നിങ്ങൾ ജോഗ്രഫി പഠിക്കണല്ലേ, അപ്പൊ ജിയോ എന്താ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. എഗെയിൻ തെർമൽ എനർജി, അവിടെ ഹീറ്റ് എനർജി തന്നെയാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോണേ. നിങ്ങൾക്കറിയാം എർത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്ന ലെയേർഡ് സ്ട്രക്ചർ ആണ് അല്ലെ. സോ മാഗ്മ എന്ന് വെച്ചാൽ അറിയാലോ, ഏറ്റവും ഹയർ ടെമ്പറേച്ചർ ഉള്ള ഇതിനെയാണ് മാഗ്മ എന്ന് പറയുന്നത്. സോ ഇത് എന്ത് ചെയ്യും? എർത്തിന്റെ ചില ഭാഗങ്ങൾ സോഫ്റ്റർ ആയിട്ടുള്ള റീജിയൻസിൽ കൂടെ ഈ മാഗ്മ പുറത്തേക്ക് വരും. സോ മാഗ്മ വിച്ച് ഇസ് അറ്റ് ഹയർ ടെമ്പറേച്ചർ കംസ് ഔട്ട് ഓഫ് ദ കോർ ത്രൂ ഇറ്റ് സോഫ്റ്റ്വെയർ റീജിയൻ. അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് ഹോട്ട്സ്പോട്ട്സ് എന്ന് പറയാ. എഗെയിൻ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്, വാട്ട് യു മീൻ ബൈ ഹോട്ട്സ്പോട്ട്സ് എന്നുള്ളത്. സോ ഹോട്ട്സ്പോട്ട്സിൽ കൂടെ ഈ മാഗ്മ പുറത്തേക്ക് വരും. സോ ഇതിന്റെ അടിയിലുള്ള അണ്ടർഗ്രൗണ്ട് വാട്ടർ അറ്റ് ദിസ് പ്ലേസ് റിസീവ്സ് ഹീറ്റ് ഫ്രം ദ ഹോട്ട്സ്പോട്ട് ആൻഡ് ഇസ് കൺവേർട്ടഡ് ടു സ്റ്റീം. സോ ഇതെന്ത് ചെയ്യും? ഈ ഹീറ്റ് ഉപയോഗിച്ച് ഇതിന്റെ അണ്ടർഗ്രൗണ്ട് വാട്ടർ എന്ത് ചെയ്യും? ചൂടായിട്ട് ഇതും സ്റ്റീം ആയിട്ട് വരും അല്ലെ. സോ ഇങ്ങനത്തെ ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ
ടാസ്ക് എന്ന് പറയുന്നത്. സോ ആ ഹോട്ട്സ്പോട്ട്സിലെ ഹീറ്റ് കൊണ്ടിട്ട് വെള്ളം അണ്ടർഗ്രൗണ്ട് വാട്ടർ ഹീറ്റായി അത് എന്തായിട്ട് മാറും? സ്റ്റീമായിട്ട് മാറും. ഇനി ഈ സ്റ്റീമാണ് എന്ത് ചെയ്യും? നമ്മൾ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡ്രില്ലിംഗ് പൈപ്സ് വെച്ചിട്ട് റോക്സിന്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്നിട്ട് നമ്മൾ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ആ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ആ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യിക്കാൻ നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെയാണ് ജിയോ തെർമൽ എനർജി അല്ലെങ്കിൽ ഭൂമിയുടെ അടിയിൽ നിന്ന്, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് പറയാം, ഭൂമിയുടെ അടിയിൽ നമ്മൾ എനർജി ജനറേറ്റ് ചെയ്യുന്നത്. സോ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എത്ര മെത്തോളജി പഠിച്ചു അല്ലെ പവർ സ്റ്റേഷൻസിന്റെ. നമുക്ക് ആദ്യം മുതൽ ഒന്ന് പറഞ്ഞു നോക്കാം എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചെന്നുള്ളത്. സോ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ഫ്യൂവൽസിന്റെ കേസാണ്. ഫ്യൂവൽസിന്റെ കമ്പഷനിൽ എത്ര എഫിഷ്യന്റ് ആയിട്ടാണ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു. അതിന്റെ കലോറിഫിക് വാല്യൂ എന്ന് പഠിച്ചു. എന്താ കലോറിഫിക് വാല്യൂ? ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് ബൈ ദ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് 1 kilogram ഓഫ് ഫ്യൂവൽ ഇസ് ഇറ്റ് കലോറിഫിക് വാല്യൂ. അത് നമ്മൾ പഠിച്ചു. ഹൈഡ്രജന്റെ കലോറിഫിക് വാല്യൂ കൂടുതലായിട്ട് നമ്മൾ എന്തുകൊണ്ട് ഹൈഡ്രജൻ പ്രിഫർ ചെയ്യുന്നില്ല ഡൊമസ്റ്റിക് ഫ്യൂവൽ ആയിട്ട് എന്നുള്ളത് പഠിച്ചു. ഒരു ഐഡിയൽ ഫ്യൂവലിന് എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് പഠിച്ചു. എന്തൊക്കെയാ ക്വാളിറ്റീസ് വേണ്ടേ? ലോ കോസ്റ്റ് ആയിരിക്കണം, മിനിമം അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ആയിരിക്കണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം, ഇനി സ്റ്റോറേജിന് ബുദ്ധിമുട്ട് ഉണ്ടാവാൻ പാടില്ല, ഇവാപറേറ്റ് റൂം ടെമ്പറേച്ചറിൽ ഇവാപറേറ്റ് ചെയ്യാൻ പാടില്ല, റൂം ടെമ്പറേച്ചറിനെക്കാട്ടും താഴെ ആയിരിക്കരുത് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഇതൊക്കെയാണ് നമ്മൾ ഐഡിയൽ ഫ്യൂവലിന്റെ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഐഡിയൽ ഫ്യൂവലിന് വേണ്ടതെന്ന് പഠിച്ചത്. പിന്നെ നമ്മൾ എന്താ പഠിച്ചേ? പവർ സ്റ്റേഷൻസ് പഠിച്ചു. എന്താ പവർ സ്റ്റേഷൻ എന്ന് വെച്ചാൽ ദേ ആർ സെന്റേഴ്സ് വൈ ഇലക്ട്രിസിറ്റി ഇസ് പ്രൊഡ്യൂസ്ഡ് ഓൺ എ ലാർജ് സ്കെയിൽ ഫോർ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ലാർജ് സ്കെയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന സ്ഥലങ്ങളെയാണ് പവർ സ്റ്റേഷൻസ് എന്ന് പറയാം. അതെങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? അതിന്റെ സോഴ്സ് ഓഫ് സപ്ലൈ വെച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെ പഠിച്ചു? ഹൈഡ്രോ ഇലക്ട്രിക് പഠിച്ചു, തെർമൽ പവർ പ്ലാന്റ്സ് പഠിച്ചു, ഓഷ്യൻ തെർമൽ എനർജി പ്ലാന്റ്സ് പഠിച്ചു, വിൻഡ് എനർജി പഠിച്ചു. ദെൻ ടൈഡിൽ നമുക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റില്ല എഗെയിൻ, എന്നാലും ടൈഡിൽ നമ്മൾ പഠിച്ചു. ലാസ്റ്റ് നമ്മൾ ജിയോ തെർമലും പഠിച്ചു അല്ലേ. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ടു യു ഓൾ. താങ്ക് യു. Manorama Horizon. Learning made simple.